നിൽക്കുന്നില്ലേ? പോയി കടവിൽ ആൾ ഒഴിഞ്ഞിട്ട് വാ. ഇപ്പൊ മനസ്സില്ല. നിനക്കെന്തുവാ? അയാൾ ആ പെണ്ണെ അഴിച്ചുവിട്ടിരിക്കുവാ. അഴിച്ചുവിട്ടെങ്കിൽ നിന്നെ പുറത്ത് കയറാൻ വന്നോടാ. തന്തയില്ലാഴിക പറഞ്ഞാലുണ്ടല്ലോ. ആ എന്താടി ഓച്ചേ? കുളിക്കാൻ വന്നപ്പോ അവന്മാർ ഓരോ അനാവശ്യങ്ങൾ പറയുന്നു. നീ പ്രായമായ പെണ്ണല്ലേ, വീട്ടിലിത്തിരി വെള്ളം കോരി വെച്ച് കുളിക്ക്. വാ ഓച്ചേ. കഷ്ടമായി പോയി. നല്ലൊരു കുളിച്ചിന് കാണാമായിരുന്നു. ആ മുതിക്ക് വന്ന് അതിനെ നശിപ്പിച്ച് കളഞ്ഞു. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? എനിക്കാ വണ്ടിക്ക് സമയമായി. രാജൻ പോയിക്കോ. നീ വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല. എടാ, ഒരു നിമിഷം മുമ്പേ വീട്ടിലെത്താൻ കാത്തിരിക്കുന്നവനാ ഞാൻ. കോളേജ് അടച്ചിട്ടും ബോർഡിംഗ് വിടാൻ നിനക്ക് ഇഷ്ടമല്ല. നീ എന്തൊരു ഫോളാടാ. അച്ഛനെ കാണാനാ ഞാൻ വീട്ടിൽ പോകേണ്ടത്. പക്ഷേ അച്ഛൻ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെന്തിനു പോണം? നീയും നിന്റെ ഒരു അച്ഛനും ഇങ്ങോട്ട് എണീക്കടാ. വണ്ടി തെറ്റിയെന്ന് ആകെ കുഴയും. ഇവന്റെ ഒരു ഒടുക്കത്തെ വായന. ചേട്ടൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടി. ഞാൻ അടുത്തുള്ളപ്പോ കിട്ടാത്ത രസം സ്വല്പം മദ്യം കഴിച്ചാ കിട്ടുവോ? ഞാൻ കുറച്ച് കുടിക്കട്ടെ? ഓ നോ നോ. അതെന്താ? നീ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാവണം. എന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാൻ ചേട്ടൻ തയ്യാറില്ല അല്ലേ? നമ്മൾ ഒന്നാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒന്നായിരിക്കണം. ചേട്ടൻ ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല. ഇല്ല ശാരദേ, ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല. അങ്ങനെ ദീപക്കുഞ്ഞ് വരാൻ സമയമായി. കാർ അയക്കണ്ടേ? കുടിച്ചത് മതി. കുഞ്ഞ് വളരുന്നാളുകൂടി അച്ഛനെ കാണാൻ ഓടി വരുന്നതല്ലേ. ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണ്. ഉപദേശിക്കാനൊന്നും എനിക്ക് അവകാശമില്ല. അമ്മയില്ലാത്ത കുഞ്ഞ വല്ലപ്പോഴും കൂടി അച്ഛനെ കാണാൻ ഓടി വരുമ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരുന്ന പോയിട്ട് വരട്ടെ. എന്തിനാ മോളെ? ഇന്ന് ദീപേട്ടൻ വരുന്ന കാര്യം അമ്മ അങ്ങ് മറന്നോ? ആ, അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. അവിടെ പോയി കണ്ടാ പോരെ? അമ്മാവൻ കാർ അയച്ചില്ലെങ്കിൽ ചേട്ടൻ വിഷമിക്കും. നമ്മുടെ കാറുമായി ചെന്ന് ഞാൻ വിളിച്ചോണ്ട് വരാം. രാജേട്ടൻ കാർ അയക്കാതിരിക്കില്ല. നിനക്ക് അവനെ കാണാൻ തിടുക്കമായി എന്ന് പറഞ്ഞാ പോരെ? ഞാൻ ഇപ്പൊ വരാം അമ്മേ. മോളെ, അപ്പച്ചിക്ക് അവനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞേരെ കേട്ടോ. ഇതാര്? സന്ധ്യയോ? വലിയ വീട്ടിലെ കുഞ്ഞ് ഈ പണി എന്ന് തുടങ്ങി. ചുമടെടുക്കാൻ പറ്റിയ വേഷമല്ലിത്. അതുകൊണ്ട് തൽക്കാല സാധനങ്ങൾ കാറിലേക്ക് വെക്കും. വേണ്ട, ഞാൻ നടന്നു വന്നോളാം.
ഓ അധികം ജാടയൊന്നും കാണിക്കണ്ട കേട്ടോ. ഇനി താ. കയറിയിരിക്കൂ. ദീപേട്ടാ, ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയിരുന്നു? സുഖമായിരുന്നു. എന്റെ ഇടയ്ക്കൊന്ന് വരാഞ്ഞത്? വരണമെന്ന് തോന്നിയില്ല. എല്ലാ ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുമായിരുന്നു. ആർക്കു വേണ്ടി? ദീപേട്ടന് വേണ്ടി. അങ്ങനെ വിളിക്കണ്ട. Yes, Rashid Nair here. What? ആര് പറഞ്ഞു? കുഴപ്പം വല്ലതും ഉണ്ടായോ? ഞാനിതാ വന്നേക്കാം. അങ്ങനെ ദീപക്കുഞ്ഞ് വന്നു. വന്നോ? അവനെ വീട്ടിൽ കാലി കുത്തിയ ഉടനെ അതിന്റെ അനുഭവം ഉണ്ടായി. എന്റെ ലാറ് പറഞ്ഞു. മോളെ രാധേ, ഫാദേഴ്സിന്റെ പെട്ടി എടുത്തോണ്ട് പോവാ. ഗോപാല, നീ എന്താ താമസിച്ചത്? ഇന്നലെ മണി കൂടിപ്പോയാശാന ഇപ്പഴാ എഴുന്നേറ്റ്. അല്ല, ഈ സുനയും കൊണ്ടാണോ പോകുന്നത്? എടാ, ലേഡീസ് പള്ളിക്കൂടത്തിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? ഈ സാധനങ്ങളൊക്കെ ധാരാളം മതി. ഇതുകൊണ്ട് പോയാലേ എനിക്കും തല്ല് കിട്ടും. എടാ ഫൂൾ ഡൗളെ, കുഴിയാനയെ കൊമ്പനാനയാക്കി അതിന്റെ വാല് മാത്രം ലേലം ചെയ്ത് കൊമ്പനാനയുടെ വില മേടിക്കുന്നവനാ ഈ ലേലം പിള്ള. മോളെ, ആ ബോക്സ് എവിടെ കൂടി? ഇയാളെന്നും അച്ഛനെ കൊണ്ട് കള്ളുപിടിപ്പിച്ച സിംഗി വന്നേരെ ചെവിക്കുറ്റി നോക്കി തരുന്നുണ്ട്. അധികം പൊങ്ങാതെ നിലത്ത് വയ്ക്കരുത് പെണ്ണേ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? ചേച്ചേ, മോള് വഴക്കുണ്ടാക്കണ്ട. അച്ഛൻ നിന്ന് ഡ്രിങ്ക് കുടിക്കൂല. ഡെഫിനറ്റ്ലി എന്നും ഇങ്ങനെ പറയും. ഈ നാറിയ അച്ഛനെ ചീത്തയാക്കുന്നത്. തന്റെ അടുത്തേക്ക് ഞാൻ നോക്കത്തില്ല. പെടലി അടിച്ചിരിച്ചുള്ളേ. തന്റെ അമ്മച്ചി ചെന്ന് അടിക്കത്തേ ഉള്ളൂ. ചോട ഉണ്ടെങ്കിൽ അടിച്ചു നോക്ക്. നീ ഒന്ന് അടങ്ങ് മോളെ. എടാ ഗോപാല, ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാതെ പെണ്ണല്ലടാ. അവൾ എന്തെങ്കിലും പറയട്ടെ. ആശാന ഈ പെണ്ണെ വഷളാക്കുന്നത്. എടാ തള്ളില്ലാത്ത പെണ്ണല്ലടാ. യു ഡോണ്ട് ടോക്ക് ഇൻ ദ ലേഡി. മോളെ, കുരുത്തക്കെടൊന്നും പോവാതെ അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്നോളണോ? അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ടുവരുന്നേ. എനിക്ക് മിഠായി ഒന്നും വേണ്ട. അച്ഛൻ കള്ളു കുടിക്കാതെ വന്നാ മതി. ശരി, എന്റെ പൊന്നു മോളാണ്. അച്ഛന് ഡ്രിങ്കിൽ കൈയോട്ട് തൊടൂല. അച്ഛന്റെ പൊന്നു മോള് അച്ഛനിന്ന് കുടിക്കൂല. എടാ ഗോപാല, യു പ്ലീസ് കം വിത്ത് മൈ ബാഗ്. അണ്ടർസ്റ്റാൻഡ്? ഞാനിന്ന് അച്ഛനെ കൊണ്ട് കുടിപ്പിച്ചാലുണ്ടല്ലോ. അരേ ജാദുകുമാർ ജഗന്നാഥ് 5-13. കുട്ടികൾ എല്ലാവരും ഒരു കൈയടിക്കണം. അമേരിക്കൻ കമ്പനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരം പേന. ഈ പേന കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ആധാരം എഴുതാം, ലവ് ലെറ്റർ എഴുതാം. മാത്രമല്ല, ഞങ്ങളുടെ കമ്പനി പ്രചരണാർത്ഥം ഈ പേന ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾക്ക് ഇത് വാങ്ങി വളച്ചു നോക്കാം, ഒടിച്ചു നോക്കാം, പൊട്ടിച്ചു നോക്കാം, എഴുതി നോക്കാം. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു. വളയില്ല, ഒടിയില്ല, പൊട്ടില്ല, എഴുതില്ല. എഴുതും എഴുതും എഴുതും. മാത്രമല്ല, ഇതുകൊണ്ട് പ്രേമലേഖനം എഴുതി മൃഗത്തിന് കൊടുത്താൽ മൃഗം പോലും നിങ്ങൾ പ്രേമിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഈ പേന ഞങ്ങളുടെ കമ്പനി ആവശ്യാർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് ഏതാനും ബീഡികളുടെ കാശിന് വേണ്ടി നിങ്ങൾക്ക് ഇതാ ഞങ്ങൾ ലേലം ചെയ്ത് വെക്കുന്നു. കൂടുതൽ ആവശ്യക്കാർക്ക് വാങ്ങാം. 10 പൈസ. 10 പൈസ. 25 പൈസ. എത്ര? 25 പൈസ. എന്താ പേര്? എന്റെ പേരാ ഗോപാലൻ. ഗോപാലൻ ഗോപാലൻ ഗോപാലിത നിർലോഭമായി പണവുമായി 15 പൈസ. 30.
നിനക്ക് എന്ത് തന്നെ സുഖാടി നിന്റെ അന്തേന്ന് കാണട്ടെ കള്ളും കുടിച്ച് ചെള്ളു അരിച്ച് നടക്കുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്ന എന്റെ മകളെ കേട്ടാൻ രാജകുമാരന്മാര് വരടാ രാജകുമാരന്മാർ കിങ് ഓഫ് ദി മീനിങ് കിങ് ആശാനെ ആശാന്റെ പിറക്ക് പെട്ടിയും തൂക്കി കുറെ നാളുകൊണ്ട് പോവാതെ നടക്കില്ലേ അങ്ങനെ അങ്ങ് തഴയാതെ എന്റെ മോളെ കെട്ടാന്ന് വിചാരിച്ച ആരും പെട്ടി ചുമന്ന് നടക്കേണ്ടവർ ആവശ്യമില്ല മൈ ഡിയർ ഗോപാല പെട്ടി അവിടെ വെച്ച് യു ഗോ ഔട്ട് സൈഡ് പ്ലീസ് ആശാനെ ആശാൻ നല്ല ഫിറ്റ് പിടറാ പിടറാ ആശാൻ 10 കുപ്പി അടിച്ച ആശാന്റെ മൂക്കൊന്നും വേർക്കൂല അത് കളാ കള്ളും കുടിച്ചോണ്ട് എങ്ങാണ്ട് കിടക്കുകയായിരിക്കും. എനിക്ക് വിശക്കണോ, ഞാൻ വല്ലതും കഴിക്കാൻ പോവാ. കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട. ശാരദ കുഞ്ഞ് പെറ്റെന്നേ ഉള്ളൂ. എന്റെ മടിയിൽ കിടന്നാ കുഞ്ഞ് വളർന്നത്. കുഞ്ഞിനൊന്നും കഴിക്കാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ കുഞ്ഞിത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പെറ്റമ്മയല്ലല്ലോ, എനിക്ക് മക്കളുമില്ല. ഞാൻ പട്ടിണി കിടന്നാൽ ആർക്കാ ഛേദം? എന്റെ സ്നേഹം ആർക്ക് വേണം? എന്നെ സ്നേഹിക്കാൻ ആരാ? എന്റെ കുഞ്ഞു കുടിക്ക. രാധമുനക്ക് കോപം ആകാദടി മോളെ രാധമുനക്ക് കോപം ആകാദടി മോളെ. Silence please. Don't